ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ നല്ല വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇടത്തരം കൊഞ്ചിൻ്റെയൊക്കെ കൂടെ തന്നെ നല്ല വലിയ കൊഞ്ച്. അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറ് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അതേ എല്ലാം നല്ല സാമാന്യം നല്ല വലിപ്പം, അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. ഇത് നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ നമുക്ക് അതുകൊണ്ട് നല്ല അടിപൊളി ചോറ് വെക്കാം, ചെമ്മീൻ ചോറ് വെക്കാം. നല്ല ഫ്രഷ് ആയത് കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും 4 സവാള, 2 തക്കാളി, പച്ചമുളക്, കുറച്ച് എരിവ് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് പേസ്റ്റ് ആക്കിയേട്ടാ. ഇനി ഇത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ എല്ലാം പേസ്റ്റ് ആക്കിയിട്ടായിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ സവാളയും പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ്, പേസ്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതും ആ വഴറ്റിയതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ മിക്സിയിലിട്ട് ഒതുക്കി എടുക്കണോണ്ടിട്ട് പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും. നല്ലപോലെ വഴറ്റിയെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ, കുക്കറിലാണ് ഞാനിത് വെക്കേണ്ടത്, വളരെ പെട്ടെന്ന് തന്നെ ആവും. അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ മസാലകൾ നല്ലപോലെ വഴറ്റി ആ കുത്തു മാറ്റാം, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പേസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് ചോറിൻ്റെ കൂടി ഇട്ടിട്ട് വേഗം കുക്കറിലിട്ട് അടിച്ചെടുക്കരുത്, അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഭയങ്കര മസാലക്കുത്തായിരിക്കും. അപ്പോൾ അതിന് സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ കുത്തൊക്കെ മാറ്റിയ ശേഷം ഈ പൊടികൾ, മല്ലിപ്പൊടിയൊക്കെ ഒരു നുള്ളും മതി, കണ്ടില്ലേ, പേരിന് മതി. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും ആവശ്യമില്ല, കാരണം മുളക് പൊടി ഇട്ടാൽ ഒരു റെഡ് കളർ വരും, ഇത് യെല്ലോ കളറാണ് വേണ്ടത്. അപ്പോൾ ആ പൊടികളും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ വലിയ കൊഞ്ച് കാണുന്നില്ലല്ലോ. വലിയ കൊഞ്ച് ഞാൻ വെക്കാൻ പോയപ്പോൾ കുട്ടികൾക്ക് അത് സെപ്പറേറ്റ് പൊരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അത് കിള്ളിയതായിരുന്നു. ഞാനത് സെപ്പറേറ്റ് എടുത്ത് മാറ്റി, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കറിയിൽ ഇടാതിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ കൊഞ്ച് ഒഴിവാക്കിയാൽ പോലും ഈ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീനായതുകൊണ്ടിട്ട് അമ്മാതിരി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെമ്മീനൊന്ന് വേവണമല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം മതി. ഇത് കണ്ടില്ലേ, വെന്ത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ കണ്ടിട്ട് കൊതിയാണ്. നമുക്ക് ചെമ്മീൻ ചോറ് വെക്കാനല്ല തോന്നുന്നത്, കുറച്ച് ചോറ് എടുത്തിട്ട് ഇത് കൂട്ടി വേഗം കഴിക്കാനാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അമ്മാതിരി ടേസ്റ്റ് കേട്ടോ, നല്ല കാണാനും ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണല്ലോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നാഴിക്കാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നാഴിക്ക് അരി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുക്കറിലേക്ക് നമ്മൾ വഴറ്റിയ ശേഷം വേവിച്ചെടുത്ത ചെമ്മീൻ റോസ്റ്റ് പോലെ ആക്കിയത് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക്. അതിൻ്റെ മുഖത്തേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു നാഴിക്ക് 2.5 നാഴി വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2.5 നാഴി വെള്ളം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമുണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊരു 2 വിസിലിട്ട് അടിച്ച്, നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 2 വിസിലടിച്ചിട്ടിട്ട് ഓഫ് ചെയ്ത് വിസിലൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. ഇത് കണ്ട ഈ ഒരു പാകമായിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റായിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് എടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണം, കാരണം മസാലയൊക്കെ കുക്കറിലായതാണ് മുകളിലേക്ക് വരുമല്ലോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണില്ലേ, കറക്റ്റ് ഒരു യെല്ലോയും റെഡും കൂടെ, ആ മസാലയുടെയൊക്കെ ഒരു കളർ കൂടിയ റെഡും കൂടെ ബ്രൗണും കൂടെ കൂടിയ ഒരു പ്രത്യേകതരം യെല്ലോ കളറായിരുന്നു അത്. ഇപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ ഈ കയ്യിലേക്ക് കഴിക്കുന്ന ടൈമിൽ കറക്റ്റ് അതിൻ്റെ കളർ കിട്ടി. ആ ഒരു കളറാണ് നമ്മുടെ ചോറിന് ശരിക്കും. പക്ഷേ ആ കുക്കറിൽ നിന്ന് നിർത്തിയപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത സമയത്ത് വേറൊരു കളർ, അത് ആ അടുക്കളയിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ടിട്ടാണ് ആ കളർ തോന്നിച്ചത്. ശരിക്കും ഇതിൻ്റെ കളർ ഈ ഒരു കളറാണ്, ഈ ഒരു യെല്ലോ കളറാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടമായോ? ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.